ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടല്ലോ. അപ്പോൾ അതിൽ കുറേ ബ്ലൗസിൻ്റെ കളക്ഷൻസും അതിൻ്റെ ഒരു ഭംഗിയും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം സാരിയും ബ്ലൗസും മാത്രമായാലും അതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള വളയും മാലയും കമ്മലും ഒക്കെ ആയാലല്ലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ. ഇപ്പോഴും സ്ത്രീകൾക്കൊക്കെ പൊതുവേ അങ്ങനെ ഇട്ട് നടക്കാനാണ് ആഗ്രഹം. കാരണം ഇഷ്ടംപോലെ ഫങ്ഷൻസാണ്. അപ്പോൾ മാച്ചിന് സാരി, ബ്ലൗസ്, മാല. അപ്പോൾ നമ്മുടെ ജിഷയുടെ തന്നെ ഓൺ മേക്കിംഗ് ഉണ്ട്. നമ്മളധികം കാണാത്തൊരു കളക്ഷൻസാണ് ജിഷയുടെ ഉള്ളതെന്നാണ് ഞാൻ കേട്ടത്. കാരണം ജിഷ അപ്പോൾ ഓരോന്ന് ഇട്ടുകൊണ്ട് വരും. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയും, ചേച്ചി ഇതിൻ്റെ എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമുക്കിനി ആ ജിഷയുടെ സ്പെഷ്യൽ കളക്ഷൻസ് അതൊന്ന് കാണാം. ജിഷ, നമസ്കാരം. ഞാനേ എൻ്റെ പ്രേക്ഷകരുടെ തന്നെ ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ജിഷയോടും പറയുന്നു, ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ജിഷ എപ്പോഴും ഇട്ടുകൊണ്ട് വരുന്ന മാലകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ നമ്മൾ പല കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടല്ലേ നമ്മൾ കൂടുതലും മാലകൾ ഉണ്ടാക്കുന്നത്, നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ടോട്ടലി ഒരു വ്യത്യസ്തമായിട്ടുള്ള മാലകളാണ് ജിഷ ഇട്ടുകൊണ്ട് വരുന്നത്. അതേ കണ്ടില്ലേ, വയലറ്റ് കളറിൽ. പിന്നെ എനിക്ക് തന്ന ഈ മാല. അപ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കരമായിട്ട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഈ സാരി ബ്ലൗസ് ഇടുന്നതിനോടൊപ്പം അതും കൂടെ അക്സസറീസും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു അതെ. അപ്പോൾ നമുക്ക് ഒന്ന് കാണിക്കാതെ. തീർച്ചയായിട്ടും. അപ്പം മാലാസ് എൻ്റെ ഒരു വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, മാല വളകളൊക്കെ അത് കണ്ടാലറിയാം. അപ്പോൾ ഞാനും ഒട്ടും മോശമല്ല. പക്ഷെ മുത്തുമാല അതിനേക്കാളും എനിക്ക് ഈ ത്രെഡ് ജ്വല്ലറിയോട് വളരെ ഇഷ്ടമാണ്. ത്രെഡാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന, സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ഓരോ ഡിഫറെന്റ് ബെസ്റ്റ് കളക്ഷൻസ് ആണ്. ഇതിലെ ഒന്ന് 4 ബെസ്റ്റ് കളക്ഷൻസ് എടുത്ത് കാണിച്ചേ. ഇത് ബ്ലാക്ക് എപ്പോഴും എലഗന്റ് ആണ്. ചേച്ചി ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ്. അതെ അതെ, ബ്ലാക്ക്. അപ്പൊ എപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ചോയ്സ് ആണ് ബ്ലാക്ക്. ഇത് നമ്മുടെ കൃഷ്ണനെ ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല. സാരീസ് ഒക്കെ ഇടുമ്പോൾ ഇത് വളരെ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് ഭയങ്കര രസമാണ്. നമ്മളിത് ഈ ഗുരുവായൂരൊക്കെ പോകുമ്പോഴേ ചില ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ എൻട്രൻസിൽ ഡോറിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ഡെക്കറേഷൻ ഒരു കൃഷ്ണനെ കാണാൻ. ശരിക്കും എനിക്ക് ഈ മാല കണ്ടപ്പം ആ ഒരു ഓർമ്മയാണ് വരുന്നത്. ഭയങ്കര എലഗന്റ്. കാരണം മാല ഇട്ടാ മതി. അല്ല, നല്ല രസം. 2 മാല ഒന്നും ഇടണ്ട, ഈ ഒരെണ്ണം ഇട്ടാ മതി. എലഗന്റ് ആണ്. അല്ല, നല്ല രസമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇത് ഫിഷിന്റെ അല്ലേ. ഇതൊന്നും അധികം നമ്മൾ കണ്ടുവരുന്നതല്ല. അതിന്റെ ഒരു നല്ല ഡാർക്ക് കളറിൽ ഒരു ഗോൾഡ്. ഇതുപോലെ ഇങ്ങനത്തെ ഒക്കെ കോമ്പിനേഷനിൽ കോൺട്രാസ്റ്റ് സാരി ബ്ലൗസ് ഇടുമ്പോഴത്തേക്ക് നല്ല ആക്സസറീസ് ഇടുമ്പോൾ സൂപ്പറാണ്. ഇത് നമ്മുടെ വെങ്കടാചലപതി. അതെ, വെങ്കടാചലപതി. നല്ല രസം. അതിനൊരു സ്പെഷ്യാലിറ്റി കൊടുക്കാൻ മാലയിൽ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല ലോക്കറ്റ് എടുത്ത് സിമ്പിളാണ്. അതുപോലെ തന്നെയാണ് ഇത്. ഭയങ്കര എലഗന്റ് ആണ്. അത് അന്ന് ഒരു സാരി കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ബ്ലാക്കും ഓറഞ്ച് കോമ്പിനേഷൻ. ഇതെല്ലാം സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. അത് നല്ലതാ. ഇത് കണ്ടപ്പോ ശരിക്കും നമ്മുടെ പിന്നെ തൂവാനത്തുമ്പികളിൽ ക്ലാര മഴയത്തിട്ടുകൊണ്ട് നടക്കുന്ന ആ ഒരു ഇത് ഏകദേശം ഇതുപോലെ ഇതായിട്ട് തോന്നും. ബട്ട് ആ ആക്സസറി ആ സാരിയുടെ കൂടെ ആ ഡ്രസ്സിന്റെ കൂടെ വളരെ ഭംഗിയാണ്, നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ടെമ്പിൾ ജ്വല്ലറി കണ്ടായിരുന്നു കൃഷ്ണൻ. അപ്പൊ സിൽവർ സാരി ഒക്കെ ഇടുമ്പോഴേ അതിൽ ഗോൾഡ് ഇട്ടാൽ ശരിയാവില്ല. അപ്പം സിൽവർ ആക്സസറീസ് ആയിട്ട് ഉണ്ടാക്കിയത്. ഈ കളറൊന്നും അങ്ങനെ കാണാറില്ല. നല്ല കളർ കേട്ടോ. ബ്രൗൺ അങ്ങനെ കാണാറില്ല. ഈ ഒരു ഫാഷൻ കണ്ടോ, എലഗന്റ് ആണ്. നല്ല ഭംഗിയാണ്. ഒരൊറ്റ മാല മതി, നല്ലൊരു റിച്ച് ലുക്കും തരും. ഇത്രേ ഉള്ളൂ അതോ ഇനി ഉണ്ട്? ഇതെല്ലാം കണ്ടോ, കാശ് നമ്മൾ ഇപ്പൊ പട്ട് സാരി ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും പല ടൈപ്പാണ്. ഇത് കണ്ടോ, ഇതിപ്പം ഗോൾഡിന്റെ കോയിൻസ് വെച്ച് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഗോൾഡ് കോയിൻ. ഇതില് വെറൈറ്റി ആണ് നോക്കി,
സിൽവറും ഗോൾഡും ഗോൾഡും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത്. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സിൽവർ സാരിയുടെ കൂടെ ഇതിന്റെ കൂടെ റെഡ് ബ്ലൗസ് കൂടെ ഇട്ടിട്ട് സാരി നല്ല ആപ്റ്റാണ്. ഓക്കെ, ഈ മാല നല്ല ആപ്റ്റാണ്. അതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മഞ്ഞ, മെറൂൺ, ഇതുണ്ട് ഒരു അല്ലാത്ത പച്ച. ഓക്കെ, ആ ബ്ലാക്കിന്റെ കണ്ടോ, സിൽവർ കണ്ടോ, ഇതെല്ലാം അങ്ങനത്തെയാണ്. ഇതൊരു ആന്റി കളക്ഷൻ പോലെയാണ് വരുന്നത്. ഇത് സ്റ്റോൺ വെച്ച ഒരു സാധനമാണ്. അതൊന്നും എടുത്ത നല്ല ഭംഗിയാണ് കേട്ടോ. നൈറ്റ് ഫംഗ്ഷൻ കോൺട്രാസ്റ്റ് ബ്ലൗസും സാരിയും ഒക്കെ ഇട്ടല്ലേ നല്ല എലഗന്റ് ആണ്. ഇതൊരു ടെമ്പിൾ ജ്വല്ലറിയുടെ ഈക്വൽ ആയിട്ട് ചെയ്യാം നമുക്ക്. കണ്ട ഒരു ഗണപതിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ കളറൊന്നും നമ്മൾ കാണാറില്ല, വെറൈറ്റിയാണ്. അപ്പം നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ മാലയുടെ. ചിലതൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഈ മാലയൊക്കെ ഇല്ലേ, ഈ മാലയൊക്കെ ഇല്ലേ, നമ്മൾ ശരിക്കും നല്ല പ്ലെയിൻ സാരിയുടെ കൂടെയൊക്കെ ഒരു ചെറുപ്പക്കാരി കുട്ടികളൊക്കെ ഇട്ട് പോയാൽ എന്ത് രസമായിരിക്കും. അതുപോലെ തന്നെ വളയുടെ കളക്ഷൻസ് അല്ലേ ഇതെല്ലാം. ചില വളയെന്ന് പറയുമ്പോൾ ഞാൻ ഈ വളയെല്ലാം ഞാൻ ശരിക്കും ജിഷ എടുത്ത് വെച്ചപ്പോഴേ ഞാൻ നോക്കുകയാണ്. ഈ വളയെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊരു മ്യൂറൽ വളയാട്ടോ, ബാങ്കിൾ ആണ്. ഇതെല്ലാം ക്ലോത്ത് വെച്ച് ഉണ്ടാക്കിയതാണ്. ക്ലോത്തിൽ വരച്ചതിന് ശേഷം ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. ത്രെഡ് ബാങ്കിൾ ആണ്. ഈ കളറൊക്കെ റെയർ ആണ്. ഇതെല്ലാം റെയർ ആണ് കേട്ടോ. ഇതെല്ലാം ക്ലോത്ത് കൊണ്ട് ചെയ്തത്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇത് നല്ല വെറൈറ്റി ക്ലോത്ത് ബാങ്കിൾ ആണ്. ഇതും അതെ, ത്രെഡ് ആണ്. ഇതും നല്ല രസമാണ്. എല്ലാം നല്ല വളകളുടെ ഒരു ഇതാണ് സെക്ഷൻ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, അത് ഒരു വെറൈറ്റി ആണ്. സ്റ്റോൺ ആണ്, സ്റ്റോൺ കൊണ്ട് ചെയ്തത്. ക്ലോത്ത് കൊണ്ട് വളയിട്ട് അതിൽ സ്റ്റോൺ ഫിക്സ് ചെയ്ത് ത്രെഡ് ആട്ടോ ചേച്ചി. ഇത് ത്രെഡ് ആണ്, ക്ലോത്ത് അല്ല, ത്രെഡ് ആണ്. അറിയാൻ പറ്റുന്നില്ല അല്ലേ? അറിയാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, ഇട്ട് പോയ എല്ലാരും ഒന്ന് പിടിച്ച് നോക്കും. കാരണം ഇതിൽ താല്പര്യമുള്ളവർ, അല്ലാതെ എല്ലാവർക്കും ഒന്നും താല്പര്യമുണ്ടോ? ചിലർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇടാനായിട്ട് ഇടാൻ താല്പര്യം കാണില്ല. പക്ഷേ എന്നെ പോലെയുള്ള ചെറുക്കൊക്കെ ഇടാനും താല്പര്യമുണ്ട്. അപ്പൊ എവിടെ പോയാലും ഇങ്ങനെ സാധനം ഇട്ടുകൊണ്ട് പോയി എല്ലാവരും നോക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ജിഷയുടെ ബ്രാൻഡ് അംബാസഡർ ആയെന്നാണ് പറഞ്ഞത്. ആര് ചോദിച്ചാൽ ഇത് ജിഷയുടേത് വാങ്ങിച്ചു. അപ്പൊ എന്തായാലും ജിഷയുടെ കളക്ഷൻസ് ഇനിയും കൂടി വരട്ടെ. അപ്പൊ നമുക്ക് ന്യൂ ഇയറിന് കൊടുക്കാം അല്ലേ? ന്യൂ ഇയർ കളക്ഷൻസ് ആണല്ലേ ഇതെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ ജിഷയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജിഷയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും ഞാൻ ജിഷയുടെ അടുത്ത് വരില്ല. കാരണം എല്ലാം ഞാൻ വീഡിയോ എടുത്തു. ജിഷ ഇനി ഒന്നേന്ന് പുതിയതെല്ലാം ഉണ്ടാക്കണം. അപ്പം എന്തായാലും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ സന്തോഷമായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.